എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, തങ്കമണി, ബൾട്ടി, ഡയസ് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഡൂഡ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ഡൂഡ്. മമിതയാണ് സിനിമയിലെ നായിക. ഇപ്പോഴത്തെ ഡൂഡ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഷയിലും ഡൂഡ് സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് വള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലുക്മാൻ, ധ്യാനടക്കം ഒരുപാട് പേര് അഭിനയിച്ച സിനിമയാണ് വള. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് വള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് സൈനാപ്ലയിലാണ് വള സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പാതിരാത്രി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിനാണ് സിനിമയിലെ നായകൻ. സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. നവ്യ നായരാണ് സിനിമയിലെ നായിക. ഇപ്പോഴത്തെ പാതിരാത്രി സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മ്യൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി പാതിരാത്രി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ജോളി LLB 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. അക്ഷയ് കുമാറാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കപ്ലിങ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു റൊമാൻറ്റിക്കൽ സീരീസാണ് കപ്ലിങ്സ്. ഇതിപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് സിനിമ റിലീസാക്കിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു കോമഡി മൂവിയായിരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി പുണ്യാള സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി സീരീസാണ്. ഈ സീരീസ് ഇപ്പോൾ C5ൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമയായിരുന്നു വേല. ഷെയ്ൻ നിഗം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഷെയ്ൻ നിഗം പോലീസായിട്ടാണ് സിനിമയിൽ വന്നത്. 2023ലാണ് വേല സിനിമ ഇറങ്ങിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മനോരമ മാക്സ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് അവിഹിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ ചിത്രം ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു. അസ്കാർ, അന്ന റെജി, റായലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DNA സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ബസൂക്ക. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബസൂക്ക സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും OTT കാണാൻ വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. C5 ആണെങ്കിൽ നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബസൂക്ക സിനിമ C5ൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വർഷമായി തങ്കമണി റിലീസാക്കിയിട്ട് ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നീതാ പിള്ള, ദിലീപാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എന്നിട്ടും തങ്കമണി ഫ്ലോപ്പായി. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി തങ്കമണി സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും പോസിറ്റീവ് റിപ്പോർട്ടാണ് ബൾട്ടി സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷെയ്ൻ നിഗമാണ് സിനിമയിലെ നായകൻ. തമിഴ്നാട്ടിലെ സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബൾട്ടി. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTTയിലെത്തുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ അപ്ഡേറ്റ് ഡയസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രണവ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഡയസ്. നല്ലൊരു ഹൊറർ സിനിമയായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു സിനിമ വരുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല റിപ്പോർട്ടാണ് ഡയസ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. 50 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ഡയസ്. ഇപ്പോഴും ഡയസ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ എല്ലാ സിനിമയും ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ഡൈസ് സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സിനിമ റിലീസായിട്ട് കൃത്യം 1 മാസം കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ടാണ് ഡൈസ് സിനിമയുടെ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.